എജ്യുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന വളരെയധികം പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പട്ടുനൂൽ വ്യവസായത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? പട്ടുനൂൽ വ്യവസായത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കർണാടക. കർണാടകയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം ഏത്? തന്നിരിക്കുന്നവയിൽ ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ സി പൂനെ. തന്നിരിക്കുന്നവയിൽ പൂനെയാണ് ക്യൂൻ ഓഫ് ഡെക്കാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. മാൽഗുഡി ഡേയ്സ് ആരുടെ പ്രശസ്ത കൃതിയാണ്? മാൽഗുഡി ഡേയ്സ് ആരുടെ പ്രശസ്ത കൃതിയാണ്? ഓപ്ഷൻ ബി R.K. നാരായൺ. R.K. നാരായണന്റെ പ്രശസ്ത കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? ഓപ്ഷൻ ബി പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണ്യവിള. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ. ഓപ്ഷൻ ഡി നിംബസ്. നിംബസ് മേഘങ്ങളാണ് മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ ഡി ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം, തീയതി എന്നിവ ഏതാണ്? പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം, തീയതി എന്നിവ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി 1997 നവംബർ 23. 1997 നവംബർ 23 പ്രസാർ ഭാരതി സ്ഥാപിതമായത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഓൾ ഇന്ത്യ റേഡിയോയുടെ FM സർവീസ് ഏതാണ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഓൾ ഇന്ത്യ റേഡിയോയുടെ FM സർവീസ് ഏതാണ്? ഓപ്ഷൻ സി ഗ്യാൻവാണി. ഗ്യാൻവാണി എന്ന FM സർവീസാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഓൾ ഇന്ത്യ റേഡിയോയുടെ FM സർവീസ്. രാമാനുജൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏത്? രാമാനുജൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. ഓപ്ഷൻ സി 2005. 2005 രാമാനുജൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ പ്രകൃത്യ ചന്ദനമരങ്ങൾ വളരുന്ന ഏക പ്രദേശം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ പ്രകൃത്യ ചന്ദനമരങ്ങൾ വളരുന്ന ഏക പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി മറയൂർ. തന്നിരിക്കുന്നവയിൽ മറയൂരാണ് കേരളത്തിൽ പ്രകൃത്യ ചന്ദനമരങ്ങൾ വളരുന്ന പ്രദേശം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? ഫൂൾസ് ഗോൾഡ്. വിഡ്ഢികളുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻ സി അയൺ പൈറേറ്റ്. അയൺ പൈറേറ്റ് ആണ് വിഡ്ഢികളുടെ സ്വർണം, ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സംയുക്തം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? CTCRI. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ശ്രീകാര്യം. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI സ്ഥിതി ചെയ്യുന്നത്. സിന്നബാർ ഏത് മൂലകത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ്? സിന്നബാർ ഏത് മൂലകത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ്? ഓപ്ഷൻ ഡി മെർക്കുറി. സിന്നബാർ മെർക്കുറിയുടെ ഒരു പ്രധാനപ്പെട്ട അയിരാണ്.
ഏത് യുറേനിയം ഐസോട്ടോപ്പാണ് അറ്റോമിക് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് യുറേനിയം ഐസോട്ടോപ്പാണ് അറ്റോമിക ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി യുറേനിയം 235. യുറേനിയം 235 ആണ് അണുബോംബ് നിർമ്മിക്കാൻ, അറ്റോമിക് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്നാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ സി മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം എന്നാണ് ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണ്? ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഓപ്ഷൻ ഡി തമിഴ്. തമിഴാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ. അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ ഓപ്ഷൻ സി 13. 13 അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? തന്നിരിക്കുന്നവയിൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഓപ്ഷൻ ഡി പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്? വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ബേരിയം. ബേരിയം എന്ന രാസവസ്തുവാണ് വെടിമരുന്ന് കത്തുമ്പോൾ പച്ചനിറം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? രാസസൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ സി മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായം ഏത്? സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ ഡി ഹോമിയോപ്പതി. ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്. സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖ ഏതാണ്? ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖ ഓപ്ഷൻ സി സീസ്മോഗ്രാം. സീസ്മോഗ്രാമാണ് ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏത്? തന്നിരിക്കുന്നവയിൽ മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യമേതാണ്? കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി നോർവേ. നോർവേയാണ് കൊല്ലം ജില്ലയിലെ
നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. 1969 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 1969 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു 1969 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ദേശീയ ഭരണഘടനാ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി നവംബർ 26. നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രശസ്തമായ കവിത ഏതാണ്? ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രശസ്തമായ കവിത ഏതാണ്? ഓപ്ഷൻ ഡി എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രശസ്തമായ കവിത. ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ക്യാമൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബിക്കാനീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ഡി ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. കേരളത്തിലെ കിഴക്കോട്ടേക്കൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഓപ്ഷൻ ഡി കബനി. തന്നിരിക്കുന്നവയിൽ കബനിയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്. ആലപ്പുഴ ജില്ലയിൽ നടന്ന പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? ആലപ്പുഴ ജില്ലയിൽ നടന്ന പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഓപ്ഷൻ സി 1946. ആലപ്പുഴ ജില്ലയിൽ നടന്ന പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കലാപം ഏത്? പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കലാപം ഏതാണ്? ഓപ്ഷൻ സി മലബാർ ലഹള. തന്നിരിക്കുന്നവയിൽ മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കലാപം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. മദ്യത്തിൻ്റെ ഉപയോഗം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് പ്രധാനമായി ബാധിക്കുന്നത്? മദ്യത്തിൻ്റെ ഉപയോഗം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി സെറിബെല്ലം. മദ്യത്തിൻ്റെ ഉപയോഗം തലച്ചോറിൻ്റെ സെറിബെല്ലത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്?
ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ്. അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിലെ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത്? അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ ഡി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് കലക്കത്ത് ഭവനം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? ഓപ്ഷൻ ഡി യുഗ്ലീന. യുഗ്ലീന എന്ന ഏകകോശ ജീവിയാണ് ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി. കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ഷഡ്പദം ഏതാണ്? കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ഷഡ്പദം ഇൻസെക്റ്റ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ചീവീടുകൾ. തന്നിരിക്കുന്നവയിൽ ചീവീടുകളാണ് കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ഷഡ്പദം. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്ന വേദം ഏത്? ബ്രഹ്മവേദം എന്നറിയപ്പെടുന്ന വേദം? ഓപ്ഷൻ ഡി അഥർവവേദം. അഥർവവേദമാണ് ബ്രഹ്മവേദം എന്ന പേരിൽ അറിയപ്പെടുന്ന വേദം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? തന്നിരിക്കുന്നവയിൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ശുക്രൻ. ശുക്രനാണ് തന്നിരിക്കുന്നവയിൽ ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. മലയാളത്തിലെ ആദ്യ നോവലായി പൊതുവെ കണക്കാക്കുന്നത് ഏതാണ്? മലയാളത്തിലെ ആദ്യ നോവലായി പൊതുവെ കണക്കാക്കുന്നത് ഏത് നോവലിനെയാണ്? ഓപ്ഷൻ സി കുന്തലത. കുന്തലത എന്ന നോവലിനെയാണ് മലയാളത്തിലെ ആദ്യ നോവലായി പൊതുവെ കണക്കാക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.